ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേശ്ശെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. സീറ്റ് ലൈറ്റൊന്നും കെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ നമ്മുടെ അടുക്കളയൊക്കെ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ ബാക്കി കുക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടാണ് കേട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ, നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പാലൊക്കെ ഒന്ന് ചൂടാക്കി നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് ചായ വയ്ക്കണം. ഇനി നമ്മളിവിടുന്ന് നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-10:30 വരെ ഓരോരോ ജോലികളായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം മടുപ്പൊന്നും ഉണ്ടാവില്ല. എന്നാലും ചില ദിവസമൊക്കെ കുറച്ച് മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ എന്തായാലും നമുക്ക് ഇതൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ചായ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടല്ല, കടല ഒന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ആവശ്യമുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇടയിലൊക്കെ എല്ലാവിടെയും മഴയൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വേനൽ മഴയൊക്കെ കമ്മിയായിരുന്നു, നല്ല ചൂടുമായിരുന്നു. ഇപ്രാവശ്യം പിന്നെ നമ്മുടെ ഇവിടെ നല്ല ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ തന്നെയായിരുന്നു. ആ മഴ വല്ലാണ്ട് ആശ്വാസമായി എന്ന് വിചാരിക്കണം കേട്ടോ എല്ലാവർക്കും. എന്താ പറഞ്ഞാൽ വെള്ളത്തിന് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, അതുപോലെ തന്നെ ചൂട് ജാസ്തി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു മഴ കിട്ടുന്നത് വളരെ നല്ലതാണ് അല്ലേ. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികളൊക്കെ കറക്റ്റായി ചെയ്തു പോയാൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ കൃഷ്ണൻ, ഞാനിത് പറയാൻ മറന്നതാണ് കേട്ടോ. നമ്മൾ ചെനക്കത്തൂർ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പല കളറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നീലയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 100 രൂപയാണ് കേട്ടോ. അപ്പോൾ വലിയ കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ വലിയ കൃഷ്ണനുണ്ട്. അപ്പോൾ പിന്നെ ആ കൃഷ്ണന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വാങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ വാങ്ങി കൊണ്ടുവരുന്നതല്ല പാട്, അതെവിടെ നമ്മൾ വിൽക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൂടെ ഉണ്ടാവില്ലേ. കാണുമ്പോൾ വാങ്ങും, പിന്നെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതെവിടെ വിൽക്കുക, എന്താ ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ. അങ്ങനെ ഞാൻ അതിന് ശേഷം വേഗം തന്നെ വന്ന് അരിയൊക്കെ ഒന്ന് അരിച്ചിടണം കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറ് നമ്മൾ മെല്ലെയാണ് കേട്ടോ വെക്കുന്നത്. എന്താ പറഞ്ഞാൽ അധികം വേവില്ലാത്ത അരിയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ എണീറ്റ് അരിയിടേണ്ട പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്നത് കൊണ്ട് തന്നെ മെല്ലെ അരിയിട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അരി വെള്ളത്തിലിടുകയില്ല, ചോറിന് അരി ഇടുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങക്കായുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മുരിങ്ങക്കായൊക്കെ നിറയെ ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ഒന്നും കാര്യമായിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. മെല്ലെ ചെറുതായിട്ട് മുരിങ്ങക്കായൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ നമ്മൾ മുരിങ്ങക്കായ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു നമ്മുടെ മുരിങ്ങക്കായൻ്റെ കൂടെ എന്ത് വെച്ചാലും ടേസ്റ്റാണ് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞു കഷ്ണം അടുത്ത വീട്ടിൽ ചേച്ചി തന്നതായിരുന്നു. അപ്പോൾ അതൊന്ന് കിട്ടിയിട്ടുള്ള കുരുവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കളയണ്ടല്ലോ, നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ എന്താ പറയുക ചക്കക്കുരു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മുടെ ചക്കക്കുരു, മുരിങ്ങക്കായും, മാങ്ങ ഇതെല്ലാം കൂടി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ വേഗം തന്നെ അതൊക്കെ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ വെളിയിൽ പാർട്ടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ലൊരു കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചക്കക്കുരുവും മുരിങ്ങക്കായും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ കറി വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് വലിയ കഷ്ണമാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുത്തിയെടുത്താൽ മതിയാവില്ലേ. പണ്ടൊക്കെ പറയുമ്പോൾ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ ഇത് തന്നെയായിരുന്നു അല്ലേ നമുക്ക് കൂട്ടാനൊക്കെ. ഇതിൻ്റെ സീസണാകുന്ന സമയത്ത് ഒരുപാട് നമുക്ക് നാട്ടിൻപുറങ്ങളിൽ കിട്ടുമായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെ എവിടെയും കിട്ടാനൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ചക്ക നമുക്ക് എവിടെ നിന്നും കിട്ടാനില്ല കേട്ടോ. ഇടിച്ചക്കയൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്.
ഇനി നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ പോകണം. ഞാൻ ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ, ചക്കക്കുരു, ഉരുളക്കിഴങ്ങ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പരിപ്പ് ഉപയോഗിച്ച വെള്ളം കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് കോഴിമുട്ട ഉണ്ടാകുന്നു, അതൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ കൂട്ടാൻ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടാനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമ്മുടെ ചക്കക്കുരുവും അതുപോലെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെറും തേങ്ങയാണ് കേട്ടോ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡിയാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പുളിപ്പിന് വേണമെങ്കിൽ നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മാങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരു ഇതൊക്കെ സീസണായ കാരണം മിക്ക വീടുകളിലും ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പം മാങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയും അതുപോലെ കടുക് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മോരും കൂടി ഉണ്ടെങ്കിൽ, അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഗ്രീൻ പീസും മുട്ടയും കൂടിയുള്ള കറി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലേക്കുള്ള ഭക്ഷണത്തിനുള്ള റെഡിയാക്കലാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ആപ്പത്തിന് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് തെക്കി മാറ്റി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആപ്പത്തിനോട് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പറ്റിയ ഷോർട്സ് ഇടാൻ പറ്റിയ ഷോർട്സ് ഇടാം കേട്ടോ. ഷോർട്ടിൻ്റെ നമ്മൾ എടുത്തതായിരുന്നു, അത് നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയ കാരണം അത് പോയി തോന്നുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ആപ്പൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ ആപ്പവും ഈ മുട്ടക്കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസും മുട്ടയും കൂടിയുള്ള കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആപ്പമൊക്കെ ഉണ്ടാക്കി നമ്മുടെ അശ്വിൻ സ്കൂളിലേക്കൊക്കെ പോയി കേട്ടോ. അക്ഷയ് ഉണ്ട്, അക്ഷയ്ക്ക് ഇപ്പോൾ ലീവാണ്. പിന്നെ അതുപോലെ ഏട്ടൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ എത്ര നേരത്തെ ഭക്ഷണം കഴിക്കാനും പറഞ്ഞാലും ചിലപ്പോൾ സമയത്തൊന്നും നമുക്ക് ആവില്ല അല്ലേ. പിന്നെ ഞാനും വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് പറയുമ്പോൾ സാധാരണ നമ്മുടെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊന്നും നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഇതുപോലെയുള്ള സന്തോഷങ്ങളൊക്കെ നമുക്ക് വലുത് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കടയ്ക്ക് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുക പറയുമ്പോൾ അത് ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഫോൺ കയ്യിൽ നിന്ന് വീഴുകയെ അങ്ങനെ വേറെ എന്തെങ്കിലും ആകുകയെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഫോണിൽ നിന്ന് മിക്കവാറും ഇതുപോലെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങോട്ട് പോണ വീഡിയോസൊന്നും എടുക്കാറില്ല. നമ്മൾ വന്നിട്ട് എന്തൊക്കെ വാങ്ങി എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി, ചൂടായ കാരണം പിന്നെ കുറച്ച് അരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൊട്ട്, സൂചിപ്പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഇതുപോലെ പച്ചക്കറി വാങ്ങാൻ പോകുക, പ്രൊവിഷൻ വാങ്ങാൻ പോകുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ കൂടെ പോവുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം ഉണ്ടാകും കേട്ടോ. എന്നും ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റും. നമുക്ക് എന്തൊക്കെ വെക്കാൻ, എന്തൊക്കെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോയി വാങ്ങിയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരിക, അത് കുക്ക് ചെയ്യുക, അത് ഹസ്ബൻഡിനും മക്കൾക്കും കൊടുക്കുക, അതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മളും കൂടെ പോവുകയാണ് കേട്ടോ നല്ലത്. ആദ്യമൊക്കെ ഏട്ടൻ മാത്രമായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരിക, പച്ചക്കറിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏട്ടൻ വാങ്ങിയിട്ട് വരിക ചെയ്യുക. പിന്നെ ഞാനും പോകാൻ തുടങ്ങി കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പോയാലല്ലേ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വന്ന് അതെല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വലുതൻ തന്നെയാണ് അല്ലേ. നമ്മൾ വീട്ടമ്മമാരെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നതും നമ്മുടെ അടുക്കളയിലാണ്. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ കൊടുക്കുമ്പോൾ അവർ നന്ന് എന്ന് പറയുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് സന്തോഷം, ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് തോന്നാറുള്ളത് അല്ലേ. അപ്പം നമുക്ക് പറയുമ്പോൾ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക്
നമ്മുടെ മനസ്സും വയറും നിറയുന്നതായിരിക്കില്ലേ. ഒരുപാട് ആഗ്രഹങ്ങൾ, ചിലർ വേഗം ഒരുപാട് ആഗ്രഹങ്ങൾ, അങ്ങനെയൊന്നും നമ്മൾ വീട്ടമ്മമാർക്ക് അധികമൊന്നും ആഗ്രഹങ്ങൾ ഉണ്ടാവാറില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെക്കണം, മക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെച്ച് കൊടുക്കണം, അതവർ കഴിച്ചിട്ട് നന്നെന്ന് പറയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരുപാട് നമുക്ക് സന്തോഷം നൽകുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകുമ്പോൾ നമ്മളും കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വേണ്ടത് എന്തൊക്കെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കൊണ്ട് വരാനും അതിനനുസരിച്ച് ചെയ്തെടുക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സന്തോഷവും വലുത് തന്നെയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കാരണം വീട്ടിൽ എങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താം എന്നൊക്കെയാണല്ലോ നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതലായിട്ട് ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഇതൊക്കെ തന്നെയാണ് സന്തോഷം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. തന്നെയാണ് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്ന ഒരു മെൻറ്റാലിറ്റി നമ്മുടെ അടുത്ത് നിന്ന് മാറുകയും ചെയ്യും, നമുക്കൊരു ഉഷാറും ഉണ്ടാവും അല്ലേ. എന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്ഷയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയയോടാണ് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ലൊരു ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് കേട്ടോ. കുരുവുള്ള മുന്തിരിങ്ങയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മുന്തിരിങ്ങ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര മധുരം വേണോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നാരങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ലപോലെ അടിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് അടിക്കുകയാണെങ്കിൽ ഇവിടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അടിച്ചു കൊണ്ടുവന്നിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടെ നന്നായിരിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അരിച്ചെടുത്തപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളിപ്പ് കുറവായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പുളിപ്പ് കുറവായ കാരണം ഒരു അരമുറി നാരങ്ങ കൂടെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് വരും കേട്ടോ. നമുക്ക് ഇതിലിങ്ങനെ അടിക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് കൂടെ ഇട്ട് അടിക്കുന്നത് നല്ലോണം പതഞ്ഞ് നല്ലൊരു പ്രത്യേക കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രേപ്പ് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിലൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ് ക്യൂബ് കൂടെ ഇട്ട് അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ജ്യൂസ് അങ്ങോട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 വായി കുടിച്ചു നോക്കിയതാണ്. പിന്നെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അക്ഷയ വന്നപ്പോൾ വേഗം ഞാൻ വേഗം തന്നെ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായ ഒരു പ്രശംസ, അംഗീകാരം ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മളും വീട്ടമ്മമാരും ഒരു സന്തോഷം തന്നെ ആയിരിക്കും അല്ലേ.